പൂരം കഴിഞ്ഞു അല്ലേ? എല്ലാം ചൂടായിരുന്നു അല്ലേ? എൻ്റെ ദൈവമേ, ചൂട് കാരണം നല്ല ചൂടായിരുന്നു പ്രാവശ്യം. പരിപാടിക്കൊക്കെ പോയി കുറേ പ്രശ്നങ്ങളൊക്കെ. പുതിയൊരാൾ വന്നുണ്ട് ഇവിടെ. ആ ആനയുടെ കീഴിൽ നിന്ന് പോവില്ല. ശരിയാ കേൾക്കണം. എൻ്റെ ദൈവമേ, കൊല്ലം 2026 ഫുള്ള് കരിപ്പായിരുന്നു അല്ലേ? എന്തൊക്കെ പറയാല്ലേ? ഇതിന് മുന്നിൽ സർവീസായിരുന്നു. ഫുള്ള് ചെരിപ്പായിരുന്നു. ചെരിപ്പും തേങ്ങ നമ്മൾ മാറി മാറി ഒതുങ്ങി പോവാണ്. പക്ഷെ എന്താ ചെയ്യുക, സമയം ശരിയല്ല. അതാ ഒരെണ്ണത്തിൻ്റെ ഉത്തരവാദിത്ത ദിവനും തവനൊക്കെയാണ്. ഞാൻ എൻ്റെ പേര് പറയണ്ട. ഒരെണ്ണത്തിൻ്റെ ഉത്തരവാദി ഞാൻ ഏറ്റെടുക്കുക. അല്ല ആനന്ദമല്ല ഇവരാണ് പോയിട്ട് അത് തരട്ടി പിടിച്ചിട്ട് വന്നത്. ഫസ്റ്റ് ഏഞ്ഞ് പിടിച്ചിട്ട് വന്ന മുഖം. പിന്നെ എൻ്റെ കൂടെ നിൽക്കണ പിള്ളേരെ അവറ്റകളങ്ങനെ അങ്ങനെ വലിയ ഈ ആൾക്കാരുടെ അടുത്ത് യുദ്ധം ഉണ്ടാക്കാൻ ഇടിനാക്കാൻ നടക്കുന്ന ആൾക്കാരല്ല. അവനറിയാം, അവനെ കഴിച്ചതിൻ്റെ പേടിയുള്ള ആൾക്കാർ. അപ്പം അതങ്ങനെയൊക്കെ ആയി, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ എന്താ പറയുക, നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് നാളായിട്ട് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ എന്നും വിചാരിക്കും ഒരു വീഡിയോ ചെയ്യണമെന്ന്. പക്ഷെ മാനസികമായിട്ട് ഒരു സുഖം കിട്ടണില്ല. അതാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടിരുന്നത്. അതിനെന്ന് മനസ്സിലാക്കുന്നത് ആ സൈഡിലൊരു മുഴയുണ്ടല്ലോ, അതൊക്കെ ആരാ പരാതി കൊടുത്തിട്ടെന്നോ. അപ്പോൾ ആനയുടെ മുഴ പരാതി കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ഇടാൻ പറ്റിയതൊന്നല്ല. ഈ ആനയ്ക്ക് ഇങ്ങനെ വന്നല്ല, ഈ ആന ഇവിടെ കൊണ്ടു നിർത്തിയപ്പോൾ തൊട്ടിട്ട് ഇതൊക്കെ ഉള്ളതാ. വൺ സൈഡ് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടല്ലോടാ. വൺ സൈഡ് അപ്പുറ സൈഡ് ഉണ്ടായിരുന്ന ആ കന്നത്ത മുഴ ഒക്കെ ഉണ്ടായിരുന്നതൊക്കെ ഏകദേശം പോയി. അവർ ഇപ്പോൾ ഏകദേശം എൻ്റെ ഒരു വരലിന് അത്ര ഉള്ള ഒരു ചെറിയൊരു ഇതുള്ളൂ. മാറും അത് ഉണങ്ങാം. ഇനി പുറക്കുളയ്ക്കണമൊന്നും ഇല്ലല്ലോ, കാരണം കഴിഞ്ഞില്ലേ, സീസൺ കഴിഞ്ഞില്ലേ. നമുക്കിപ്പോൾ ഏകദേശം ഒരു 3-4 മാസം അല്ലേ? ഒരു 3-4 മാസം നമുക്കത് കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അറിവുകളും കാര്യങ്ങളൊക്കെ വെച്ചും നമുക്കറിയാത്ത അറിയണ ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ടും ഒക്കെയാണ് ചെയ്യണത്. നമ്മുടെ ആശാമാരുമായാലും. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം അപ്പനെ കണ്ടിരുന്നു. അപ്പനെ കണ്ടപ്പോൾ ഞാനത് പറഞ്ഞു അതിനെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ ഈ ആനയ്ക്കുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത് ഞാൻ കൊണ്ട് കാണിച്ചു കൊടുത്തു. അപ്പനെ. അപ്പം ഇന്ന പോലെ ഇങ്ങനെ ഇതിനൊരു ഇതുണ്ട്. അപ്പോൾ അതാണ്, ആ മുഴയാണ് ആൾക്കാർക്ക് പ്രശ്നം. ആൾക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക്. പിന്നെ നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് ആന വിളിച്ചിട്ട് വരുന്നില്ല. വേറെ ആനയുടെ വയറിൻ്റെ മാതിരി എടുത്ത് ആന അങ്ങനെ നിൽക്കാനാ, അങ്ങോട്ടും ഇല്ല അങ്ങനെ നിൽക്കുക. എത്ര തിരക്കിൻ്റെ ഇടയിലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആനേനെ ഇങ്ങനെ തോട്ടിക്ക് ഇങ്ങോട്ട് എടുത്തു. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പിടിച്ച് വലിച്ചു. നമ്മുടെ തോട്ടിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനയ്ക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ആനയുടെ അത് രോഗത്തിനനുസരിച്ച് വേണം അത് ഡോക്ടർ ചികിത്സിക്കുക. അതുപോലെ തന്നെയാണ് ആനകളെ അറിഞ്ഞ് വേണം ആയുധം ഉണ്ടാക്കാൻ. ആയുധങ്ങൾ വേണം. നമ്മുടെ ആന മുടയുള്ള ആനയാണ്, പ്രശ്നമുള്ള ആനയാണെന്നുണ്ടെങ്കിൽ അതിന് ആയുധം വേണം. അതിന് നല്ല എന്താ പറയുക, നല്ല ക്ലിപ്പ് വയർ വേണം. അല്ലെങ്കിൽ നല്ല ആന പിടിക്കാനുള്ള എല്ലാ സെറ്റപ്പും നമ്മുടെ കയ്യിൽ വേണം. അതേസമയം സാധു ആനകളാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതുങ്ങൾക്ക് ഈ ആനയെ പറ്റിക്ക് ഒരു തോട്ടിയാണ് ഞാനിതിനെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടും ആളെ വെട്ടിയാലും മുറിയില്ല, ആനേനെ വെട്ടിയാലും മുറിയില്ല. അത് പേടിപ്പിക്കാൻ മാത്രമുണ്ട്. ആ തോട്ടി കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആ തോട്ടി വെട്ടിയ സ്ഥലത്ത് മുറിവോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നോക്കി കൊണ്ടുനടക്കണ ആനേനെ വെട്ടി മുറിവാക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ ഒന്നാമതിൽ ഈ മുറിവ് പൊട്ടുണ്ടാക്കി നടക്കുന്ന ഒരാളല്ല. ഇനി അറിയാൻ പാടാത്ത ആരെങ്കിലും വന്ന് വല്ല വീഡിയോ എടുത്ത് വിടും. അതിൻ്റെ പിന്നാലെ വന്ന് കുറേ ആൾക്കാർ വ്യക്തി വൈരാഗ്യം തീർക്കാനായിട്ട്. പിന്നെ ഞാനൊന്ന് വീണ് കാണണം, ഞാനൊന്ന് താഴെ പോകണം, ഞാൻ എങ്ങനെയെങ്കിലും ആവണം എന്ന് വിചാരിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുകളുണ്ടല്ലോ നമ്മുടെ ഇടയിൽ തന്നെ. അപ്പം അവരോരോന്ന് പൊക്കി കൊണ്ടുവരികയാണ്. എടാ, നിങ്ങൾ ഈ ആനയുടെ കൂടെ നടക്കണമല്ലോ. ഈ ആനേനെ ഉപദ്രവിച്ചിട്ട് തട്ടിക്കുട്ടിയാണോ അതുകൊണ്ട് നടക്കണം? അല്ല, ഇന്നേ വരെ ഞാൻ വന്നിട്ട് എനിക്കൊരു അടി അടിക്കാൻ പറ്റിയിട്ടില്ല. നാളായി. നിങ്ങളിപ്പോൾ പറയുമോ അവർ കൂടെ നിൽക്കുന്ന ആൾക്കാർ ആ മാനസികമായിട്ട് അല്ലെങ്കിൽ അവരും എന്താ പറയുക, നമുക്ക് എന്താ പറയുക,
വടി പോലും എടുത്തിട്ടില്ല. വടി കൈ പിടിക്കാറും കൂടി അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. വെട്ടുകത്തി മാത്രമേ ഉള്ളൂ. ഇവിടെ ആരെങ്കിലും 2 അടി കൊടുക്കുകയാണെങ്കിലും അത് ഞാൻ മാത്രം. കാരണം എന്താ പറയാ, ഇത് എനിക്ക് മാത്രം പാസ്സുള്ള ആനയത്. അത് എനിക്ക് മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരാൾ മാത്രമായിട്ട് കൊണ്ടുനടക്കണ ആന. ഈ ആന 2 ആൾ 3 ആളൊക്കെ കയറിയിട്ടുണ്ടാവും ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല. അതൊക്കെ അവരുടേതായ ഒരു യുക്തിക്ക് ആയിക്കോട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആന 2 ആൾക്ക് ശരിക്കും പാസ്സില്ല. എനിക്ക് തോന്നിയത് അതാണ്. 2ാം പാപ്പാനെ നിൽക്കണ ആളെ എപ്പോൾ വേണമെങ്കിലും ആന മെക്കിട്ട് കയറാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമന്മാരെ ആരും ചെയ്യത്തില്ല. അതെ, അതാണ് അതിന്റെ സീൻ. അതിന് വേറൊരു രസം അല്ലേ. അത് എന്താന്ന് പറയുന്നത് പ്രത്യേകത. പക്ഷെ ഇപ്പൊ വീട്ടിൽ പോയി വന്നു കഴിഞ്ഞപ്പോ എന്നോടാണ് ഇപ്പൊ കുഴപ്പമില്ലാത്ത, ഇവനോടാണ് കുഴപ്പം. ഇവൻ ഓടിക്കാൻ ചെല്ലാണ് ഇവൻ വീട്ടിൽ പോകുന്ന തെറ്റ് മാത്രമേ ചെയ്തു. അതെ, ഇവൻ സ്ഥിരമായിട്ട് നിന്നാർന്ന ആനയുടെ അടുത്ത് പോവാൻ വാഴവണ്ടി വെട്ടിട്ട് കൊടുക്കാം, ബാത്റൂമിന്റെ കിട്ടുമ്പോ ബാത്റൂമിൽ കയറി ബാത്റൂമിൽ പോവാ, എല്ലാം ചെയ്യും. ഇവൻ ഇങ്ങനെ വാടെടുത്ത് നോക്കും, ഇങ്ങനെ മണം പിടിച്ച് നോക്കും. അതായത് ആന ആളാരാണ് എൻ്റെ കൂടെ നടക്കണതിൽ ഈ 3 ആൾക്കാരുടെ മണം കറക്റ്റായിട്ട് എനിക്കറിയാം. അപ്പോൾ ആന ആ മണം പിടിച്ച് നോക്കും. ഇത് ആരാ അത്? ഇവനെ നല്ല പരിചയമുണ്ടല്ലോ, ഇവൻ എനിക്ക് ദേഷ്യമുള്ളവനുള്ള. അത് കറക്റ്റായിട്ട് എനിക്ക് ആ മണത്തിൽ കിട്ടും. ആ മണം എങ്ങനെ കിട്ടണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആന കിടത്തി കഴുകണ സമയത്ത് ആന ഇങ്ങനെ വന്ന് നമ്മളെ വാട പിടിക്കും. അതുമാതിരി തന്നെ ആന എടുത്ത് ഒരു വാഴവണ്ടിയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന പറയുന്ന സമയത്തും ആന ഇങ്ങനെ വാടെടുത്ത് നോക്കും. അപ്പോൾ ആനയ്ക്കറിയാം ഇന്ന ആളാണ് അത് എന്ന് എനിക്കറിയാം. അപ്പോൾ ഇവനോട് വലിയ ശല്യം ഉണ്ടായില്ല, ഓടിക്കൊന്നുമില്ല, സെറ്റായിരുന്നു. വരുമ്പോൾ പുള്ളിനെ 2 ദിവസമായിട്ട് ഇതൊക്കെ കാണിച്ചു തുടങ്ങി. ഇപ്പം ഇവനോട് വലിയ ശല്യമില്ല. ഇവൻ വീട്ടിൽ പോയി വന്നു കഴിയുമ്പോൾ ഇവനോട് ശല്യം ഉണ്ടാവും, ഇവനോട് പിന്നെ ചാർജ്. അങ്ങനെയായിരിക്കും ആന മാറി മാറിയിരിക്കും. പിന്നെ ഞാൻ എൻ്റെ ദൈവം സഹായിച്ചാൽ ഞാൻ ആ കണ്ണിൻ്റെ ഒരു മരുന്നും കാര്യങ്ങളൊക്കെ ഒഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. അതുമാതിരി തന്നെ ഈ ഒരു മുഴ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ അപ്പോഴും പറയുന്നത് ഇപ്പോഴും പറയുന്നത് ഇതൊന്നും എനിക്ക് വേണമെങ്കിൽ ഈ മുഴയിലും കമ്പും അല്ലെങ്കിൽ മറ്റുള്ള മുറിവോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആനകളെ ഇഷ്ടംപോലെ കിട്ടാൻ്റെന്നല്ല നമുക്ക് തരാൻ തയ്യാറുണ്ട് മുതലാളിമാർ, നമ്മളോട് ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ അപ്പോഴും ഇങ്ങനെയുള്ള ആനകൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ദൈവാനുഗ്രഹമാണ്. ഞാൻ അത്ര ചിന്തിക്കണുള്ളൂ. നമ്മളൊരു ആനയ്ക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് അത് നേരെയായി വരണ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട്, ഞാൻ ഇതിന് ചങ്ങല അയച്ചോടെ ഉദ്ദേശിച്ചിട്ടില്ല. ഈ ആനയുടെ റോള് നമ്മൾ നോക്കിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ആനയായിട്ട് പെരുമാറാനുള്ള ഒരു സമയം വേണം. ഞാൻ ഈ ആനയായിട്ട് ഒരു വിശ്വാസം വരണം. ഇപ്പം എനിക്കത് ബോധ്യം വന്നിട്ടുണ്ട്. കാരണം എന്തായാലും നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ചങ്ങല കഴിച്ച് വെച്ച് അതിപ്പോൾ അതിൻ്റെ ചങ്ങലയൊക്കെ കഴിച്ച് വെച്ച് അതിൻ്റെ ഇഷ്ടത്തിന് അത് നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കണം. പിന്നെ ഞങ്ങൾ എന്തായാലും ഇപ്പോൾ ചേട്ടനായാലും ഇനിയിപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ പൂരത്തോടുകൂടി ഞങ്ങൾ പരിപാടി നിർത്തി. അതായത് ഇനി പരിപാടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് നമ്മൾ അസുഖത്തിന് മരുന്ന് ചെയ്താൽ മാറാത്ത ഒരു സാധനമില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് മെനക്കെട്ട ഇറങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എന്തായാലും ഇത് മെനക്കെടാൻ തീരുമാനിച്ചു. കുറേ ആൾക്കാർ ഇപ്പോൾ പുച്ഛിക്കുന്നുണ്ട്. പുച്ഛിക്കും കളിയാക്കും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾ ആരെങ്കിലും എന്നെ ഒന്ന് തെളിയിച്ച് തരണം. നിങ്ങൾ പറയണുണ്ട് ഞാൻ തോട്ടി അല്ലെങ്കിൽ ഞാനോ എന്നെ പോലുള്ള ആനക്കാരൻ അല്ലെങ്കിൽ ആൾക്കാർ തോട്ടി എടുക്കുകയോ വടി എടുക്കുകയൊക്കെ ചെയ്യണത് എന്താണ്? ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് തോട്ടിയും വടിയും പിന്നെ ആനപ്പുറത്തെടുത്ത് മാങ്ങ പറിക്കാനല്ല തോട്ടിയും വടിയും നന്നായിക്കണേ. ആനകൾ മുട കാണിച്ച് നിന്ന് കഴിഞ്ഞാൽ ആനകളുടെ അടുത്ത് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ കഴിവുള്ളവർക്കാണ് തോട്ടിയും വടി ഉപയോഗിച്ചിട്ട് കാര്യമുള്ളൂ. വെടി അയക്കാൻ മനസ്സിലാത്തവൻ്റെ കയ്യിൽ AK-47 കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല. അതിനൊക്കെ ഒരു മനസ്സ് വേണം. ആനകളെ ചാടി പോകുമ്പോൾ അയ്യോ എൻ്റെ അമ്മയെന്ന് പറഞ്ഞിട്ട് ഓടി രക്ഷപ്പെടാനൊന്നും നമ്മളെ പോലുള്ള പണിക്കാർക്ക് കിട്ടില്ല. ഞങ്ങളൊക്കെ പണി പഠിച്ച് തെളിഞ്ഞു വന്ന ആൾക്കാരാ. പണി പഠിച്ച് തെളിഞ്ഞു വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണി മുഴുവനായിട്ട് ആർക്കും പഠിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഉള്ളത് എന്താണെങ്കിലും ഒരു ആനയുടെ മുഖഭാവം മാറുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാനും ആ ആനയുടെ ഒരു രീതി മാറിക്കുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. അല്ലെങ്കിൽ എന്നെ പോലുള്ള പണിക്കാർക്ക് ഉണ്ട് അത്. പിന്നെ ഞാൻ മറ്റുള്ളവരുടെ പണിക്കാരെ പറയൽ നിർത്തി. ഞാൻ ഇനി എൻ്റെ ആന എൻ്റെ കാര്യം അല്ലാതെ ഞാൻ മറ്റുള്ള ഒരു കാര്യങ്ങൾക്കും പോക്കും നിർത്തി, സഹായിക്കാൻ പോക്ക് നിർത്തി. എന്നും നമ്മളെല്ലാവരേക്കും മറ്റുള്ള ആൾക്കാർക്ക് ഒരു വേദനയും വിഷമങ്ങളൊക്കെ വരുമ്പോൾ അവരെ മാറ്റി നിർത്തി എനിക്ക് ശീലമില്ല. കാരണം ഞാനിത് കുറേ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ നീങ്ങി കിടങ്ങട് നിന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞുള്ള ആൾക്കാർ വരെ ഇപ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഒരാൾക്കൊരു ആപത്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടിട്ട് കേൾക്കാത്ത പോലെ ഇരിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. അപ്പം നമ്മൾ ഇറങ്ങി തിരിച്ച് പോകുമ്പോൾ അതിനുണ്ടാവണ ബുദ്ധിമുട്ടുകൾ വേറെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മുടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ആ മുഴയുണ്ട് അതുമേ ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് ആരും ഇനി പരാതി കൊടുക്കൊന്നും വേണ്ട. ഞങ്ങൾ ആ മുഴ പണിയാൻ തുടങ്ങി. അതായത് അതൊന്നും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ ഡോക്ടർമാരോടും കൂടി ആലോചിക്കുന്നുണ്ട്. ഞങ്ങളും ഇതൊക്കെ അതിനെക്കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് ഇനി അത് എന്ത് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിലും അത് ചെയ്തത് ക്ലിയറാക്കാൻ തന്നെ ഞങ്ങളുടെ തീരുമാനം. പിന്നെ ഈ കണ്ട് ഒരു വെള്ള കളർ കയറിയിട്ടുണ്ട്. അതും
ഏകദേശം എന്തിപ്പോൾ എനിക്കത് മരുന്നുണ്ടെങ്കിൽ ചെയ്യാനൊന്നും അറിയാൻ പാടില്ല. പക്ഷേ അതിന് എക്സ്പെർട്ട് അതിന് ചെയ്യുന്ന ആൾക്കാരുകളുണ്ട്. അവരായിട്ട് സംസാരിച്ച് അതിൻ്റെ കാര്യങ്ങൾ കൊണ്ട് കാണിച്ചു. അപ്പോൾ അവർ ഇന്ന മരുന്ന് ചെയ്താൽ അത് ക്ലിയർ ആവുന്നത് കറക്റ്റായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ കറക്റ്റായിട്ട് ചെയ്യും അല്ലേ പ്രവിയെ? ഞങ്ങൾക്ക് തന്നിട്ടുള്ള മരുന്നുകളും സാധനങ്ങളും ഡോക്ടർമാർ പറയുന്ന രീതിക്കുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് തരുന്നതെല്ലാം ഞങ്ങൾ വളരെ അടിപൊളിയായിട്ട് ചെയ്ത് ഇതിനെ റെഡി ആക്കി എടുക്കാൻ പരമാവധി ശ്രമിക്കും. പിന്നെ ഈ പുറത്തുനിന്നുണ്ടായ ഇഷ്യൂസും കാര്യങ്ങളും പിന്നെ ഇവിടെ ആറാട്ടോട് വെച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടായി ഒരു ചേട്ടനായിട്ട്. ആ ചേട്ടായി അറിയണതാ. എനിക്ക് സത്യത്തിൽ ആ സമയത്ത് ഞങ്ങട് പിടികിട്ടിയില്ല. അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാനൊരു വീഡിയോ കറക്റ്റായിട്ട് ചെയ്യുക. എല്ലാവരും ഞാനിങ്ങനെ ഒരു ഇതാവണമെന്ന് മാത്രമേ കണ്ടുള്ളൂ. എൻ്റെ ആ ഒരു സിറ്റുവേഷൻ എന്താണെന്നും കൂടി നമ്മുടെ ചേട്ടൻ ഇപ്പം തന്നെ 40,000 സബ്സ്ക്രൈബറായി. നിങ്ങളൊക്കെ തന്നിട്ടുള്ളൊരു സപ്പോർട്ടാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ എന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് ചേട്ടാ വീഡിയോ വരുന്നില്ല, വീഡിയോയ്ക്ക് വെയിറ്റിംഗ് ആണ്, നിങ്ങളെന്താ വീഡിയോ ചെയ്യാത്തത്? ഇനി ഞാൻ അവിടെ നിന്ന് അബുദാബിയിൽ നിന്ന് വരെ ഇവിടെ വന്നിട്ട് എന്നെ തയ്യിട്ട് പോകുന്ന പറഞ്ഞ ആൾക്കാരുണ്ട് വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് ഈ പ്രാവശ്യം പൂരപ്പുറമ്പിലൊക്കെ പോയപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, നമുക്ക് ആനേനെ കറക്റ്റായിട്ട് പരിപാലിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അല്ലേ പ്രവിയെ? അതെ. അതിൽ എക്സാമ്പിൾ ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. ആനയുടെ അടുത്ത് നിന്ന് ലേശം ഇങ്ങോട്ട് മാറി. നാളെ അവിടെ ആളുടെ അന്ന് ഇപ്പം ശരില്ല. അങ്ങോട്ട് നോക്കും അപ്പം ഞാൻ വന്നാണ്ട. ഞാൻ പറഞ്ഞ സമയത്ത് ആനയോട് വരും. എനിക്കറിയാൻ പറ്റും. ആ ആനയുടെ മുഖഭാവം മാറി കഴിഞ്ഞാൽ എനിക്കറിയാം ഇന്നതാണ് ആന ചെയ്യാൻ പോണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇപ്പം തന്നെ കണ്ടില്ലേ, നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ആന, നീ അങ്ങോട്ട് നിന്നപ്പോൾ ആന നിന്നെ വാടെടുത്തു. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് നിന്നെ ചടിക്കാനുള്ള പരിപാടി. അതിനാണ് ആൾ തിരിഞ്ഞത്. ആൾ ശരിക്കും കണ്ടില്ല. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് മാറാൻ. മനസ്സിലായി? അപ്പോൾ ഇതാണ് ആന. എപ്പോൾ വേണമെങ്കിലും അവരവരെ സ്വഭാവങ്ങൾ കാണിക്കും. അത് നമ്മൾ ചെറുപ്പമുള്ള ആൾക്കാരെ കളിച്ചത് കാണിച്ചാൽ മതി. ഈ ഭാഗത്ത് മറ്റേ കാഴ്ചക്കുറവുണ്ടെന്ന് അറിയാലോ. അത് വെള്ളക്കണ്ണ എല്ലാവർക്കും അറിയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ചെന്ന് നിന്നാൽ ഒരു ആന, കണ്ണില്ലാത്ത കാഴ്ചയില്ലാത്ത ഒരു ആനയുടെ ഭാഗത്തേക്ക് ചെന്ന് നിന്ന് ആന ഇങ്ങനെ കാണിച്ചിട്ട് വീണിട്ട് ആന ആ സ്ഥലത്തേക്ക് ചെല്ലാൻ വരെ സഹിക്കില്ല. പക്ഷേ ഈ സൈഡ് നമ്മളെ ആനയ്ക്ക് നല്ല വിശ്വാസമാണ്. കാരണം ഈ സൈഡിൽ ആന തല്ലില്ല എനിക്കറിയാം. കണ്ണില്ലാത്ത ഭാഗത്ത് ചെന്ന് വേറെ ആനയുടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ. കണ്ണില്ലാത്ത ഭാഗത്തേക്ക് ചെന്ന് ആന പ്രത്യേകിച്ച് കഴുകാൻ കെടുത്തുമ്പോൾ ഈ സൈഡ് നമുക്ക് എടുത്തൂലേ. സാധാരണ കണ്ണ് ഉറങ്ങണത്. ഇത് കണ്ണ് ഉറങ്ങൂല. ഈ പുറം നല്ല സുഖമായിട്ട് കിടന്ന് ഉറക്കും. അത് ഭയങ്കര വിശ്വാസമാണ്. ഈ പുറം വന്നാൽ ഒന്നും ചെയ്യൂലെന്നും അറിയാം. പിന്നെ ഞാൻ പറയാലോ, ഇതൊക്കെ ഈ അസുഖങ്ങളല്ല, ഇതൊക്കെ ഒന്നും ആരും വരുത്തണതല്ലല്ലോ. അതൊക്കെ വരേണ്ടതല്ല. നമുക്കത് മാറ്റാൻ ശ്രമിക്കാം. ചിലപ്പോൾ ആരും ശ്രമിച്ചിട്ടുണ്ടാവില്ല. നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം അല്ലേ? നമ്മളത് നന്നായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ശ്രമിച്ച് അത് മാറിയില്ലേ, പിന്നെ കുറച്ചല്ലേ ഉള്ളൂ. അത് ഫുള്ളായിട്ട് മാറിയതിന് ശേഷമാണ് നമുക്കിത് ഇതിപ്പോൾ നമ്മൾ മരുന്നുകളാണ് അത് പരട്ടണത്. നമ്മൾ മരുന്നുകൾ പരട്ടിയിട്ട് അതൊക്കെ ശ്രമങ്ങളാണ് കേട്ടോ. ഇതൊക്കെ വിജയിക്കുക എത്രത്തോളം ഈ സാധനം സക്സസ് ആവും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഇങ്ങനെയുള്ള ചെയ്തിട്ട് നമുക്കത് വിജയിച്ചിട്ടുണ്ട്. നമ്മൾ വേറെ 2-3 ആനയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അത് ചെയ്തപ്പോൾ അത് വിജയിച്ചു. പിന്നെ നമ്മുടെ ഡോക്ടർ ശബരിനാഥ് ഉണ്ട് തിരുവനന്തപുരം. അത് അവിടെ ശ്രീജൻ, നമ്മുടെ വണ്ടി ഓടിക്കുന്ന നമ്മുടെ ശ്രീജൻ. അങ്ങോട്ട് വരും എല്ലാ. അതെ, ഞങ്ങളെ നിരന്തരമായിട്ട് എന്നെ ആനേനെ വഴി തെറ്റിച്ചോണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഡ്രൈവർ. നീട് പോരാ, നീ നാണിച്ച് നിൽക്കൊന്നും വേണ്ട, ധൈര്യം പോരെ. ഇല്ല വീഡിയോ എടുക്കണ്ട. നിങ്ങളറിയാത്തവരൊന്നുമില്ല. നമ്മുടെ ചാനലിലൊക്കെ സാധാരണക്കാർ മാത്രമേ ഉള്ളൂ. അവനെയാണ് എടുത്തോണ്ടിരിക്കുന്നത്. ഭാർഗവലിൽ നിന്നും തങ്കപ്പനിലേക്കുള്ള മാറ്റത്തിന് എനിക്ക് ദൂരില്ല. ഞങ്ങളപ്പേ നമുക്ക് ഈ കമ്മ്യൂണിറ്റി പരിപാടികൾക്ക് പോയിട്ട് ഇവന്മാരൊക്കെ പിടിക്കണ എനിക്കാണല്ലോ ഞാൻ വന്ന് ചാടിയത്. പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിവിടെ ഏണി പിടിച്ചത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്യണ ഒരു പരിപാടി ഞങ്ങൾക്കില്ല. ഞങ്ങളെല്ലാം ഫുള്ളിലേ വരും. ഞങ്ങളെ മഴയെന്ന് പണം കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡിയാവോ ആവില്ല ഇങ്ങനെ ആലോചിച്ചോണ്ട് ചേട്ടനെ കഴിക്കൊള്ളി റെഡിയാവോ. പിന്നെന്താ ഈ സൈഡ് ആവൂന്ന് വിചാരിക്കാം.
അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറെ ആൾക്കാർ ചുമ്മാ ഈ ആനയുടെ ഇത് പറഞ്ഞ് പരാതി പറയില്ല അവിടെ പറയില്ല ഇവിടെ പറയില്ല എന്ത് കാര്യമില്ലേ. നമ്മളിവിടെ പ്രവി ഉണ്ട്, അതെ ആനന്ദുണ്ട്, അവര് പോരെ. അതെ അനന്തനെ എനിക്കത്ര അനന്ത് ചാടാനുള്ള മൂടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. വാ എന്തായാലും നോക്കാം. ഇപ്പം ഏകദേശം ബാക്കിയുള്ളതൊക്കെ ഞാൻ പറഞ്ഞില്ല, ആറാട്ടുപുഴ ഉണ്ടായ പ്രശ്നം എന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് കാര്യം അറിയാണ്ട് വന്നിരുന്നിട്ട് നമ്മുടെ മുക്കിട്ട് കയറി കുറേ ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഉള്ള സമാധാനം ഞാൻ അടുത്ത വീഡിയോ കൂടി തരാം. തൽക്കാലം ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും ഞങ്ങളിത് പണിയാൻ തീരുമാനിച്ചു. അപ്പോൾ ഇത് മാറ്റാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ മാറുമെന്നൊക്കെ നോക്കി നോക്കാം. ഞാനും എൻ്റെ മുതലാണ് സപ്പോർട്ടാണ് സുനിച്ചാണ്. അതെ, എന്ത് കാര്യത്തിനായാലും ഇവിടെ ഫുള്ള് എല്ലാവരും നമ്മളോട് നല്ല സപ്പോർട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് എന്തായാലും ഒന്ന് പണിയാമെന്ന് തീരുമാനിച്ചു. ഇപ്പോൾ അതൊരു മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. അത് ചുരുങ്ങി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം. പക്ഷേ ചുരുങ്ങിയിട്ട് കാര്യമില്ല, അത് പൊട്ടിക്കണം. പൊട്ടിച്ച് അതിനകത്ത് ഉണ്ടായ അഴുക്ക് കംപ്ലീറ്റ് കളഞ്ഞിട്ട് അത് വൃത്തിയാക്കി എടുക്കണം. നല്ല പണിയാണ്, രാത്രിയും പകലൊന്നുമില്ല. ഇനി ഇതുമ്പോൾ തൊട്ടാൽ പിന്നെ ഇനി ഒരു 6 മാസമായിരിക്കും, ചിലപ്പോൾ 7 മാസമായിരിക്കും. അത് എത്ര സമയമാണെങ്കിലും അതിൻ്റെ പിന്നാലെ നിന്ന് അത് ഉണക്കി സെറ്റപ്പാക്കി എടുക്കണം എന്നാണ് ആഗ്രഹം. ശ്രമിച്ച് നോക്കാട്ടോ. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും കൂടിയിട്ട് ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആയിക്കോട്ടെ, ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. ബാക്കി അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഓക്കെ,